ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആപ്പിൾ പൈയുടെ റെസിപ്പി ആയിട്ടാണ്. ഓവനൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോവും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പം നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് പൈ ഉണ്ടാക്കാനുള്ള മാവൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലുള്ള അരിപ്പാണെങ്കിൽ 1 പ്രാവശ്യം അരിച്ചെടുത്താൽ മതി കേട്ടോ. സാധാരണ അരിപ്പിലാണ് അരിച്ചെടുക്കുന്നതെങ്കിൽ 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. ബേക്കിംഗ് സോഡ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആയി വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് 250 ml ആണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കുക, എന്നാലേ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഉണ്ടാക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ എങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കുക കേട്ടോ. 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മിക്സ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട പിടിച്ച് കിടക്കണുണ്ട്. അത് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ആപ്പിളാണ്. അപ്പം ഞാനിപ്പോൾ ഒരു വലിയ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ തോലൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതാണ്ടോ, ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇത്രയും തിക്നെസ്സിൽ അരിഞ്ഞെടുക്കുക. അധികം വലിപ്പം കൂടി പോകണ്ട. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആപ്പിൾ ചേർക്കുമ്പോൾ തോന്നും ആപ്പിളാണ് കൂടുതലെന്നൊക്കെ. അത് വെന്ത് കഴിയുമ്പോൾ ശരിയായി വരും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ബേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ സാധാരണ ചോറ്റു പാത്രമൊക്കെ എടുത്താൽ മതി. പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ സൈഡിലും ഒരേ തിക്നെസ് ആയിരിക്കണം. കട്ടി കൂടി പോകരുത്. ഇപ്പോൾ താഴ്ഭാഗം മാത്രം കട്ടി കൂടുതലുള്ളതൊക്കെ ആണെങ്കിൽ നേരെ വെന്ത് വരില്ല. അപ്പം ഞാൻ നേരത്തെ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഓവനില്ലാതെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതിലൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതും ചെക്ക് ചെയ്ത് നോക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. ബട്ടറോ എണ്ണയോ തേച്ച് കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് മൈദമാവ് വിതറി കൊടുക്കുക. ഈ സൈഡിലും അതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സൈഡിലും വെച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. മോൾ ഭാഗം ഒന്ന് സ്പാച്ചില വെച്ചിട്ട് നിരപ്പാക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 190 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 30 മിനിറ്റൊക്കെ എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓവനില്ലാതെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്തതാണ്. ഞാൻ ഈ ഉപ്പ് തന്നെയാണ് എപ്പോഴും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കളർ ചേഞ്ച് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പുതിയ ഉപ്പ് എടുത്തിട്ട് അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പം ഉപ്പിലോട്ട് ഡയറക്റ്റ് നമ്മൾ പാത്രം വെച്ച് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. തീ മീഡിയത്തിൻ്റെയും ഹൈയുടെയും ഇടയ്ക്കിട്ടിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നമുക്ക് ഒരു 30 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. തീ മീഡിയത്തിലോട്ടാക്കി കൊടുക്കുക. എപ്പോഴും തുറന്ന് നോക്കരുത്, എന്നാൽ അകത്തുള്ള ചൂടൊക്കെ പോവും, നേരെ വെന്തും കിട്ടില്ല. അടപ്പിൽ വല്ല ഹോളോ ഉണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വല്ലതും വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. 25 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കുക വെന്തോന്ന്. വെന്തില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വയ്ക്കാം. അപ്പോൾ അത് റെഡിയായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് പാല് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഉരുകി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലോട്ട് 100 ml പാലൊഴിച്ച് കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് വരും. ഇനി പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പൈയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. മാവൊന്നും പിടിച്ചു വരുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം.
ഇനി ഇതിലോട്ട് നമ്മളൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ പപ്പടം കുത്തി വെച്ചിട്ടോ ഒന്ന് ഇതുപോലെ ഹോളുണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 5-10 മിനിറ്റ് നമുക്ക് ഇതിലോട്ട് തന്നെ വെച്ചേക്കാം. അപ്പോൾ പാൽ ഇതിൽ നന്നായിട്ട് പിടിച്ചു വരും. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്ക് പാലിൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാൻ പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റി ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൈയാണ് കേട്ടോ. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ പാത്രം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ആപ്പിൾ ഇട്ടിട്ട് ആപ്പിൾ പൈ കിട്ടാറുണ്ട്. അതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത്. ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. നല്ല സിമ്പിളല്ലേ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വായിലിട്ടാൽ അലിഞ്ഞു പോകും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് ആപ്പിൾ കടിക്കാനൊന്നും കിട്ടില്ല, പക്ഷെ നന്നായിട്ട് വെന്തിട്ട് നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ.